അപ്പോൾ ഈ അരിയുണ്ട പാക്ക് ചെയ്യുന്നതേ നമ്മൾ ഈ അരിയുണ്ട ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ചേലൂർക്ക് പോവാമെന്ന് പെട്ടെന്ന് തന്നെ തീരുമാനിച്ചത്. തലേ ദിവസം കിടക്കുന്നത് വരെ ഞാൻ പോണില്ല എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഒരു ചെറിയ സ്വപ്നം എന്നെ പേടിപ്പിച്ച് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയാം, ഞാൻ നീ വരുന്നേ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു, നീ വന്നിട്ട് വരില്ല എന്ന് എന്നെ പറഞ്ഞപ്പോഴേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വല്യമ്മയുണ്ടേ, അമ്മയുടെ ചേച്ചി. അപ്പോൾ വല്യമ്മ മരിച്ചു, കുറച്ച് നാളായിട്ടുണ്ട് മരിച്ചിട്ട്. അപ്പോൾ വല്യമ്മയ്ക്കാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പോകുന്നതൊക്കെ ആൾ ജീവിച്ചിരിക്കുമ്പോഴേ ഭയങ്കര ഇഷ്ടം. ഞാൻ പോണില്ല എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വല്യമ്മയൊക്കെ എന്നെ വിളിക്കും, ഒന്ന് പൊക്ക മോളെ, അമ്മയ്ക്ക് മോളൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നൊക്കെ വല്യമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അന്ന് രാത്രിയിൽ വല്യമ്മേനെയാണ് സ്വപ്നം കണ്ടത്. വല്യമ്മേനെ ജീവിച്ചിരിക്കുന്ന വല്യമ്മേനെയല്ല സ്വപ്നം കണ്ടത്, വല്യമ്മ മരിച്ചതൊക്കെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടത്. അപ്പോൾ എനിക്ക് എന്തൊരു പേടിയൊക്കെ തോന്നി. അപ്പം അമ്മേൻ്റെ അടുത്ത് പറയുകയാണേ, ഞാൻ നീ ഒരുപാട് വരുന്ന ആഗ്രഹിച്ചിരുന്നിട്ട് നീ വരില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് അത്രയും വിഷമിച്ചുകൂടി. അപ്പോൾ വല്യമ്മ നിന്നെ സ്വപ്നത്തിൽ വന്ന് കാണിച്ചതാണ് നീ അമ്മേൻ്റെ അടുത്തേക്ക് പോവാനായിട്ട്, അതാണ് നിന്നെ സ്വപ്നത്തിൽ അങ്ങനെ കാണിച്ചതെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വല്യമ്മയ്ക്ക് ഇപ്പോൾ വേറെ പണിയൊന്നുമില്ല, സ്വപ്നത്തിൽ അങ്ങനെ വന്ന് കാണിക്കാനല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ കൂടെ എനിക്കും അതിലൊരു സത്യം ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടോ. കാരണം വല്യമ്മയ്ക്ക് ജീവനോടെ ഉള്ളപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ അടുത്തൊക്കെ അങ്ങനെ പറയാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛന് 2 ദിവസം മുടക്കാണ്, 1-ാം തീയതിയുടെ മുടക്കും അതുപോലെ 2-ാം തീയതി മുടക്കും. അപ്പോൾ 2 ദിവസം അങ്ങനെ അടുപ്പിച്ച് എല്ലാ കാലത്തൊക്കെ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ വന്ന് കൊണ്ടുപോവുകയും ചെയ്യാം, കൊണ്ടുവന്നാക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബൈക്കിലൊക്കെ പോയിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ, തീരെ ബൈക്കിൽ പോകാറില്ലല്ലോ. അപ്പോൾ ഒരു കവറിൽ എടുക്കാവുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ അമ്മമ്മയുടെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണൻകുട്ടിക്ക്. അപ്പോൾ ചിക്കനും അങ്ങനെയുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിള്ളേർ കല്യാണം ചെയ്യാനൊക്കെ അത് കഴിക്കുമല്ലോ. പക്ഷെ നമ്മുടെ കണ്ണൻകുട്ടിക്കാണെങ്കിൽ പായസത്തിനോടാണ് ഒരു കൊതി. അപ്പോൾ അമ്മയുടെ ഗോതമ്പ് പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷയത്തിൽ നിന്ന് മാറിയല്ലോ, വണ്ടിയുമാണ് പോയത്. വണ്ടിയും അച്ഛനാണ് കൊണ്ടുപോയത് കേട്ടോ. എന്താ വെച്ചാൽ അവിടെ ചെന്ന് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രുതിയും കൂടെ വെറുതെ ഒന്ന് ഇരിഞ്ഞാലോടേക്ക് പോയിട്ടോ. ഒന്നുമില്ല, വെറുതെ ഒരു ഫാൻസി കടകളിലൊക്കെ ഒന്ന് കയറി പിള്ളേരുകൾക്കൊക്കെ എന്തെങ്കിലും മാല പൊട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നൊക്കെ വെച്ച് വെറുതെ ഒരു കുഞ്ഞി കറക്കം. ഒരു മണിക്കൂർ കൊണ്ട് പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി ഇത് വലിയ പ്രശ്നമായില്ലേ, കാരണം ജാനിയും കല്യാണിയൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അവരെ അങ്ങ് കൊണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാക്കി എടുക്കുമായിരുന്നു. പക്ഷെ അവരും കൂടെ അവിടെ ഉള്ളത് കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കല്യാണിക്കും ജാനിക്കൊക്കെ കുറച്ച് വളയും പൊട്ടും, ഞാനും അതേ ഇപ്പോൾ ഫാൻസി കടയിലൊക്കെ കയറിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരിഞ്ഞാലക്കുടയിലൊക്കെ ഒന്ന് ചുറ്റി. കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോടെ തിരിച്ചെത്തണം, കാരണം കണ്ണൻകുട്ടി അടഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇരിഞ്ഞാലക്കുട ടൗണാണ് കേട്ടോ ഇത്.